നമസ്കാരം. തങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഇറാനിലെ ഭരണകൂടം എന്നും ക്രൂരമായ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനുവരിയിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കും അവർക്ക് ചികിത്സ നൽകിയവർക്കും നേരെ ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന കിരാത നടപടികൾ വംശഹത്യയ്ക്ക് തുല്യമാണ്. പ്രതിഷേധങ്ങളിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകിയതിന്റെ പേരിൽ 2 നേഴ്സുമാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ക്രൂരമായ പീഡനത്തെ തുടർന്ന് ഒരു നേഴ്സിന്റെ ഗർഭപാത്രവും കുടലും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നു. തടങ്കലിൽ നേരിട്ട ആഘാതത്തിൽ മാനസിക നില തെറ്റിയ ഇവർ തന്നെ മരിക്കാൻ അനുവദിക്കണമെന്നാണ് ഡോക്ടർമാരോട് അപേക്ഷിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം 12 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ 14 വയസ്സുള്ള ആൺകുട്ടികൾ വരെ IRGC ഏജന്റുമാരുടെ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. 19 വയസ്സുകാരനായ അമീർ ഹുസൈൻ ഖാദർസാദയുടെയും അദ്ദേഹത്തിന്റെ 14 വയസ്സുള്ള 2 സഹോദരിമാരുടെയും നഗ്നരാക്കിയുള്ള പരിശോധനയും തുടർന്നുണ്ടായ അതിക്രമങ്ങളും ഇതിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. ടെഹ്റാനിലെ രാജായ് കാർഡിയോവസ്കുലർ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിലെ നഴ്സുമാരാണ് ക്രൂരമായ പീഡനത്തിന് ഇരയായത്. ഇവരുടെ ഗർഭപാത്ര ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നുവെന്ന വിവരം പുറത്തു വരുമ്പോൾ ആക്രമണം എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. 33 വയസ്സുള്ള ആ നേഴ്സ് അനുഭവിച്ച ആഘാതം അത്രമേൽ വലുതാണ്. മാനസിക നില തെറ്റിയ ഇവർ തന്റെ സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവരെ ആശുപത്രി കിടക്കയിൽ ബന്ധിച്ചിരിക്കുകയാണ്. IRGC സുരക്ഷാ സേനയുടെ കർശന നിരീക്ഷണത്തിലാണ് ഇവർ ഇപ്പോഴുള്ളത്. പ്രതിഷേധക്കാരെ ഭയപ്പെടുത്താൻ IRGC നടപ്പിലാക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ നീണ്ട ചരിത്രത്തിന്റെ തുടർച്ചയാണിത്. 12 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾ പോലും ബലാത്സംഗം ചെയ്യപ്പെട്ടതായി ആംനസ്റ്റി റിപ്പോർട്ട് ചെയ്യുന്നു. പീഡനങ്ങൾക്കും ക്രൂരമായ കൊലപാതകങ്ങൾക്കും അറസ്റ്റുകൾക്കും പുറമെ നിർബന്ധിത കുറ്റസമ്മതങ്ങൾക്കായി ഇറാൻ ഭരണകൂടം ലൈംഗിക അതിക്രമങ്ങളെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടുള്ളതാണ്. അമീർ ഹുസൈൻ ഖാദർസാദെ എന്ന 19-കാരന്റെ വീട്ടിലേക്ക് IRGC ഏജന്റുമാർ ഇരച്ചുകയറി നടത്തിയ ക്രൂരത ഏവരെയും ഞെട്ടിക്കുന്നതാണ്. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കാൻ ശരീരത്തിൽ പെല്ലറ്റുകൾ തറച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി അമീർ ഹുസൈനെയും അവന്റെ 2 സഹോദരിമാരെയും, ആ സഹോദരിമാർക്ക് വെറും 14 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, അവരെ പൂർണ്ണമായി നഗ്നരാക്കി. ഇതിനു പിന്നാലെ അവരെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കുകയും അമീർ ഹുസൈനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അവനെ എങ്ങോട്ടാണ് മാറ്റിയതെന്നോ നിലവിലത്തെ അവസ്ഥ എന്താണെന്നോ ഒന്നും വെളിപ്പെടുത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. 2022 ഹിജാബ് ധരിച്ചില്ല എന്ന് ആരോപിച്ച് ഇറാന്റെ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്ത 22-കാരി മഹ്സ അമിനിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും IRGC അന്ന് ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കിയിരുന്നു. ആ സമയത്ത് ബലാത്സംഗം, കൂട്ടബലാത്സംഗം എന്നിവയുൾപ്പെടെയുള്ള ക്രൂരതകൾക്കിരയായ 26 പുരുഷന്മാരും 12 സ്ത്രീകളും 7 കുട്ടികളും ഉൾപ്പെടെ 45 പേർ ആംനസ്റ്റിയോട് തങ്ങൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി 12 വയസ്സുള്ള കുട്ടികളെ പോലും മർദ്ദനം, ചാട്ടവാറടി, ഷോക്ക് ഏൽപ്പിക്കൽ, ലൈംഗിക പീഡനം തുടങ്ങിയ ഭീകരമായ പീഡനമുറകൾക്ക് ഇറാന്റെ ഇന്റലിജൻസ് സുരക്ഷാ സേനകൾ വിധേയരാക്കിയതായി സംഘടന റിപ്പോർട്ട് ചെയ്തു. പോലീസിന്റെ പ്രത്യേക വിഭാഗത്തിന്റെ വാനിൽ വെച്ച് തന്നെ ഒരു സംഘം ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചതായി ഇരയായ ഫർസാദ് എന്ന വ്യക്തി വെളിപ്പെടുത്തിയിരുന്നു. തന്റെ മകനെ തടങ്കലിൽ വെച്ചിരുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ ഹോസ് പൈപ്പ് ഉപയോഗിച്ച് പീഡിപ്പിച്ചതായി ഒരു അമ്മയും വെളിപ്പെടുത്തിയിരുന്നു. സ്വന്തം പൗരന്മാർക്ക് നേരെ ഇറാൻ ഭരണകൂടം നടത്തുന്ന കിരാതമായ പ്രതികാര നടപടികളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണിത്. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ IRGC ഉദ്യോഗസ്ഥർ കൂട്ടക്കൊല ചെയ്തതിന് പിന്നാലെ പരിക്കേറ്റവരെ സഹായിച്ച ആരോഗ്യ പ്രവർത്തകരെയും അവർ ക്രൂരമായി പീഡിപ്പിക്കുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. IRGCയുടെ അതിക്രമത്തിനിരയായ നഴ്സുമാരിൽ ഒരാൾ ഇന്ന് ജീവിക്കാൻ തന്നെ വളരെയധികം പാടുപെടുകയാണ്. ഈ നേഴ്സിനെ നിലവിൽ മലവിസർജനത്തിനായി കൃത്രിമ മാർഗമായ കൊളോസ്റ്റമി ബാഗിനെ ആശ്രയിച്ചാണ് ഇവർ ജീവിക്കുന്നത്. തടങ്കലിൽ നിന്ന് മോചിതയാകാൻ ഒരു IRGC ഏജന്റിനെ വിവാഹം കഴിച്ചുവെന്ന രേഖയിൽ ഒപ്പിടാൻ ഈ നേഴ്സ് നിർബന്ധിതയായെന്നും അവരുടെ കുടുംബം അയാൾക്ക് വലിയൊരു തുക നൽകേണ്ടി വന്നുവെന്നും ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. താൻ നേരിട്ട ക്രൂരതകൾക്ക് ഉത്തരവാദികൾ കലാപകാരികളാണെന്ന് കുറ്റപ്പെടുത്തുന്ന പ്രസ്താവനയിലും ഇവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ജനുവരിയിൽ ഇറാനിൽ നടന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങളിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകി എന്നതായിരുന്നു ഇവർ ചെയ്ത കുറ്റം. അതിനാണ് ഈ നേഴ്സ് ഇത്രയും വലിയ വേട്ടയാടൽ നേരിട്ടത്. തലസ്ഥാനത്തെ വാലിയസർ മേഖലയിലുള്ള ഈ നഴ്സുമാർ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക് ജനുവരി 8 വൈകുന്നേരം IRGC സേനയുടെ വെടിയേറ്റവർ ഉൾപ്പെടെ നിരവധി പ്രതിഷേധക്കാരെ എത്തിച്ചിരുന്നു. പരിക്കേറ്റവരെ സഹായിക്കരുതെന്ന് IRGC ഏജന്റുമാർ ആശുപത്രി ജീവനക്കാർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അവിടെയുണ്ടായിരുന്ന 27 നഴ്സുമാരിൽ 14 പേർ ഈ ഭീഷണി അവഗണിച്ച് പരിക്കേറ്റവരോട് സഹതാപം പ്രകടിപ്പിച്ചു. അവരെ ചികിത്സിക്കുകയും ചെയ്തു. 2 പുരുഷ നഴ്സുമാരെയും അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. നഴ്സുമാർ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനിടെ ആശുപത്രിയിലേക്ക് ഇരച്ചു കയറിയ IRGC സേന രോഗികൾക്ക് നേരെ വെടിയുതിർത്തു. പരിക്കേറ്റവരെ രക്ഷിക്കാൻ ശ്രമിച്ച 2 നഴ്സുമാർ കൊല്ലപ്പെടുകയും മറ്റുള്ളവരെ ക്രൂരമായി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തുടരുതെന്ന് ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയതോടെ മൃതദേഹങ്ങൾ അവിടെ കിടന്ന് ജീർണിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. പിന്നീട് ഈ 2 നഴ്സുമാരുടെ മൃതദേഹങ്ങൾ കഹരിസാക്കിൽ നിന്നാണ് കണ്ടെത്തിയത്. പ്രതിഷേധത്തിന്റെ പേരിൽ ഭരണകൂടം ആയിരങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ മൃതദേഹങ്ങൾ ബാഗുകളിലാക്കി കൂട്ടിയിട്ടിരുന്ന സ്ഥലമായിരുന്നു അത്. ജനുവരിയിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ തടങ്കലിലായ 15-17 വയസ്സുള്ള 2 പെൺകുട്ടികളെ സൈനികർ ബലാത്സംഗം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർക്കിടയിൽ ഭീതി പടർത്തുന്നതിനായി ഇറാന്റെ ക്രൂരരായ ജയിൽ അധികൃതർ കാലങ്ങളായി അതിരൂക്ഷമായ പീഡനം
മുറകളാണ് ഉപയോഗിക്കുന്നത്. തടവിലാക്കപ്പെട്ടവരുടെ കൈകാലുകൾ ബന്ധിച്ച് ഒരു കമ്പിയിൽ തൂക്കിയിടുന്ന ചിക്കൻ കബാബ് എന്ന് ചോദ്യം ചെയ്യുന്നവർ വിളിക്കുന്ന അതിവേദനാജനകമായ പീഡന മുറകളെക്കുറിച്ച് ആംനസ്റ്റി മുൻപും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദീർഘനേരം ഇത്തരത്തിൽ തൂക്കിയിടുന്നത് ശരീരത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കും. മുഖം തുണി കൊണ്ട് മൂടി വെള്ളമൊഴിച്ചുള്ള പീഡനം, തൂക്കിലേറ്റിയോ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിൽ നിർത്തിയോ ഉള്ള വ്യാജ വധശിക്ഷാ നാടകങ്ങൾ, ഉറക്കം കെടുത്തുക, കൊടും ചൂടിലോ തണുപ്പിലോ വിടുക, അമിതമായ വെളിച്ചമോ ശബ്ദമോ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ തളർത്തുക, വിരലുകൾ പിഴുതെടുക്കുക തുടങ്ങിയ ക്രൂരമായ പീഡനങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിയമ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തടവുകാരിൽ നിന്ന് കുറ്റസമ്മതം നടത്തിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നിർബന്ധിതമായി ചെയ്യുന്ന കുറ്റസമ്മതങ്ങൾ ഇറാൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യാറുമുണ്ട്. ഇവയെല്ലാം ഭീഷണിപ്പെടുത്തി ചെയ്യുന്നതാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു.